ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ തന്നെയാണ്. രാവിലെ എളുപ്പത്തിൽ പൂരി ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെ കുറച്ച് നല്ല നല്ല ടിപ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കുപ്പികളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു കുപ്പിയുടെ വായ്ഭാഗം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കുപ്പി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് അതിന്റെ താഴ്ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുകയാണ്. ഇതുപോലെ കത്രിക വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച 2 കുപ്പികളും എടുത്തതിന് ശേഷം ഇതുപോലെ 2 കുപ്പികളും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ 2 കുപ്പികളും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതിന് മുകളിലായിട്ട് കയറ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ടർ കൊണ്ട് ഇതുപോലെ ഒരു തുള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് കത്രിക എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുപ്പിയുടെ 2 സൈഡിലായിട്ട് 2 തുള കൂടി ഇട്ട് കൊടുക്കണം. ഒരു പപ്പടക്കോല മറ്റേ ചൂടാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഹോൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ എന്താ ഹോളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഹോൾ കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു കയറാണ്. ഇതുപോലുള്ള നേരിയ ടൈപ്പ് കയർ എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോളിൽ കൂടി ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരേ സൈസിൽ കട്ട് ചെയ്ത് വെച്ച 2 കയറാണ്. ഇനി ഇതാ രണ്ടാമത്തെ കയർ അടുത്ത ഹോളിൽ കൂടി അടുത്ത സൈഡിലുള്ള ഹോളിൽ കൂടി ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു കയറ് അകത്തേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു ഹോളിൽ കൂടി തന്നെ പുറത്തേക്ക് എടുക്കാം. ഇനി ഞാൻ ഈ ഒരു കയറിനെ ഇതുപോലെ ഒന്ന് കെട്ടി ഉറപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് പെട്ടെന്ന് നെയ്യ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുന്നതാണ്. ഇത് കെട്ടണം നിർബന്ധമില്ല. ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ശരിയാതെ കറക്റ്റ് ആയിട്ട് അത് നിന്നോളൂ കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് അടുത്ത ഭാഗവും ഞാൻ ഇത് ഇതുപോലെ തന്നെ കെട്ടിക്കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ ചതുരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ മണ്ണ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നമ്മുടെ ചെടികളൊക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കെട്ടിക്കൊടുത്ത ആ ഒരു 2 സൈഡിലെ കയറും ഇതുപോലെ ഒന്ന് കൂട്ടി കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. അപ്പൊ ചെടികളൊന്നും വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിന്റെ ചെടിയാണ് അതിലോട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. സാധാരണ ചെടികളൊക്കെ നമ്മൾ ഇതിലോട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വാളിൽ ഹാങ് ചെയ്തിടരുത് കേട്ടോ. കാരണം നമ്മൾ വെള്ളമൊഴിക്കുന്ന ടൈമിൽ എങ്ങനെയായാലും ചുമരിലോട്ട് ചെടികളൊക്കെ ആവും. ഒന്നുകിൽ സൺഷെയ്ഡിന്റെ മുകളിലുള്ള ഹൂക്കിലൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഇതുപോലുള്ള കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് നട്ടുകൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മളെല്ലാവരും ഇതുപോലുള്ള റെഡി ടു കുക്കിന്റെ ചപ്പാത്തിയൊക്കെ വാങ്ങാറുണ്ടല്ലേ. അപ്പൊ ഇതുപോലുള്ള ചപ്പാത്തിയുടെ പാക്കറ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ചപ്പാത്തി മാത്രമല്ല എളുപ്പത്തിൽ പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതായത് തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെയോ അല്ലെങ്കിൽ ബാലൻസ് വന്ന ഇതുപോലുള്ള ചപ്പാത്തി ഉണ്ടോ നമുക്ക് എളുപ്പത്തിൽ പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചിലപ്പോ എല്ലാവർക്കും രാവിലെ ചപ്പാത്തി തിന്നാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ചപ്പാത്തി കൊണ്ട് തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ചപ്പാത്തിനെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതിനെ 4 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഷേപ്പിലൊരു വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ പൂരി ഉണ്ടാക്കി കഴിക്കുന്ന ടൈമില്. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പൂരിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു വയ്യാത്ത സമയത്തോ അല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു കിടിലൻ ടിപ്പാണിത്.
പിന്നെ ഇതുപോലെ ചെയ്തെടുക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല, നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡ്ലൻ ടിപ്പാണിത്. അതായത് നമുക്ക് വയ്യാത്തപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള ഘട്ടത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോക്സ് ഒക്കെ നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തു വെച്ചതാണ് ഈ ഒരു ബോക്സ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ സെൻട്രലായിട്ട് നമുക്ക് ചതുരത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, രണ്ട് ഭാഗത്തും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഇതാ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന്റെ ഉള്ളിലായിട്ട് ഞാൻ ടിഷ്യൂ ബോക്സ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കിച്ചന്റെ കബേർഡിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കയ്യെത്തുന്ന ദൂരത്തോട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കുന്ന ടൈമിൽ ടിഷ്യൂ പേപ്പർ ഒക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്കറിയാം നമ്മുടെ കിച്ചണിൽ ഓരോ പണികൾ എടുക്കുന്ന ടൈമിൽ കൈ എപ്പോഴും നനഞ്ഞിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ടൈമൊക്കെ നമുക്ക് ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ടിഷ്യൂ ബോക്സ് തൊടാതെ, അതായത് നനഞ്ഞ കൈ കൊണ്ട് തൊടാതെ നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി വേണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.